വെനസ്വേലയുടെ താൽക്കാലിക പ്രസിഡന്റ് താനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രകോപനപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റ് കേവലം ഒരു പരിഹാസമായി തള്ളിക്കളയാനാവില്ല. ഇത് ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന അടിസ്ഥാനപരവും അപകടകരവുമായ ഒരു മാറ്റത്തിന്റെ ലക്ഷണമാണ്. ലോകം ശരിയും തെറ്റും എന്ന സദാചാര ബോധത്തിൽ നിന്ന് ദുർബലരും ശക്തരും എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഇപ്പോൾ കേവലം സൈനിക ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഭരിക്കപ്പെടുന്നത്. ധാർമ്മികതയും പരമ്പരാഗത നയതന്ത്രവും പൂർണ്ണമായും അപ്രസക്തമായിരിക്കുന്നു. ഈ പുതിയ ലോകക്രമത്തിൽ രാജ്യങ്ങൾ ശരിയുടെയും തെറ്റിന്റെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് ദുർബലരും ശക്തരും എന്ന നിലയിലാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. സമകാലിക ലോകം ആരാണ് ദുർബലൻ, ആരാണ് ശക്തൻ എന്നതിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഈ പുതിയ യുഗത്തിൽ ദുർബലനായിരിക്കുന്നതിന് ഒരു പ്രതിരോധവുമില്ല. ഒരു രാജ്യം ശരിയുടെ പക്ഷത്താണെങ്കിലും ദുർബലമാണെങ്കിൽ ആരും കൂടെ നിൽക്കില്ല എന്നതാണ് ക്രൂരമായ യാഥാർത്ഥ്യം. ധാർമ്മിക വാദങ്ങൾക്ക് ഇനി സ്ഥാനമില്ല. സൈനിക ശേഷി മാത്രമാണ് അതിജീവനത്തിന്റെ അളവുകോൽ. ട്രംപിന്റെ വാക്കുകൾ: ഞാനാണ് വെനസ്വേലയുടെ താൽക്കാലിക പ്രസിഡന്റ്. 2026 ജനുവരിയിൽ ഞാൻ അധികാരം ഏറ്റെടുക്കുന്നു. പരിഹാസ രൂപേണയുള്ള ഈ പ്രഖ്യാപനം അന്താരാഷ്ട്ര നിയമങ്ങളെ അവഗണിച്ച് സ്വന്തം താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശക്തമായ രാജ്യത്തിന്റെ ഉദ്ദേശത്തെയാണ് തുറന്നുകാട്ടുന്നത്. ഈ പുതിയ ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന വ്യക്തമായ ഉദാഹരണമായി ഗ്രീൻലാൻഡ് വിഷയം മാറുന്നു. ഗ്രീൻലാൻഡ് വിഷയം കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ശക്തിയാണ് ശരി എന്ന പുതിയ സിദ്ധാന്തത്തിന്റെ നിർണായകമായ ഒരു പരീക്ഷണമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട പാശ്ചാത്യ സഖ്യഘടനയുടെ തകർച്ചയ്ക്ക് വരെ ഇത് കാരണമായേക്കാം. അമേരിക്കയുടെ ഈ നീക്കം യൂറോപ്പിന്റെ നിസ്സഹായതയുടെയും നാറ്റോയുടെ ഭാവിയെക്കുറിച്ചുമുള്ള ഗുരുതരമായ ചോദ്യങ്ങളും ഉയർത്തുന്നു. നമ്മൾ ഗ്രീൻലാൻഡ് ഏറ്റെടുത്തില്ലെങ്കിൽ റഷ്യയോ ചൈനയോ അത് ചെയ്യും എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള തന്റെ ഉദ്ദേശം വ്യക്തമാക്കിയത്. ഗ്രീൻലാൻഡിന്റെ പ്രതിരോധത്തെ പരിഹസിച്ചതിലൂടെ ഈ ശക്തിയുടെ ധാർഷ്ട്യം അദ്ദേഹം വെളിപ്പെടുത്തി. എന്നാൽ ഇത് കേവലം സുരക്ഷാ ഭീഷണിയുടെ പേരിലല്ല. ആർട്ടിക്, എണ്ണ, അപൂർവ ധാതുക്കൾ തുടങ്ങിയ വിഭവങ്ങളും തന്ത്രപ്രധാനമായ ഭൂപ്രദേശവും ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ നവ കൊളോണിയലിസത്തിന്റെ മുന്നോടിയാണിത്. ഈ വിഷയത്തിൽ യൂറോപ്യൻ ശക്തികളുടെ പ്രതികരണങ്ങൾ ദുർബലവും ബലഹീനവുമായിരുന്നു. അമേരിക്കയെ നേരിട്ട് എതിർക്കാൻ അവർ തയ്യാറായുമില്ല. ഗ്രീൻലാൻഡ് അതിലെ ജനങ്ങളുടേതാണെന്നാണ് UK പ്രഖ്യാപിച്ചത്. വെനസ്വേലയിൽ അധികാരമാറ്റത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഫ്രാൻസ് ആകട്ടെ ഉപയോഗിച്ച രീതിയെ പിന്തുണയ്ക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന നിലപാടെടുത്തു. US ഇടപെടലിന്റെ നിയമപരമായ വിലയിരുത്തൽ സങ്കീർണമാണ് എന്ന് ജർമ്മനിയും പറഞ്ഞു. നാറ്റോയുടെ കുടക്കീഴിൽ പതിറ്റാണ്ടുകളായി തങ്ങളുടെ സുരക്ഷ അമേരിക്കയ്ക്ക് പുറം കരാർ നൽകിയത് യൂറോപ്പിന്റെ സ്വതന്ത്ര സൈനിക ശേഷിയെ ഇല്ലാതാക്കി. അവരെ ഒരു വിധേയ രാഷ്ട്രം ആക്കി മാറ്റി. തങ്ങളുടെ സഖ്യകക്ഷിയായ ഡെൻമാർക്കിന്റെ ഭാഗമായ ഗ്രീൻലാൻഡിനെ അമേരിക്കൻ കടന്നുകയറ്റത്തിൽ നിന്ന് സംരക്ഷിക്കാൻ പോലും അവർക്ക് കഴിയില്ല. നാറ്റോ അംഗരാജ്യത്തിന്റെ അധീനതയിലുള്ള ഒരു പ്രദേശത്തിനെതിരെ അമേരിക്ക നീങ്ങിയാൽ അത് നാറ്റോ സഖ്യത്തിന്റെ അന്ത്യം കുറിക്കും. യൂറോപ്പിന്റെ ഈ ബലഹീനത ശരിയുടെ പക്ഷത്താണെങ്കിലും ദുർബലമാണെങ്കിൽ ആരും കൂടെ നിൽക്കില്ല എന്ന പുതിയ ലോക നിയമത്തിന് അടിവരയിടും. ലോകത്തിലെ വൻ ശക്തികൾക്കിടയിൽ ആഗോള ഭൂപ്രദേശങ്ങൾ വീതിച്ചെടുക്കുന്നതിനായി ഒരു രഹസ്യ ധാരണ നിലനിൽക്കുന്നു എന്ന ആശയം ശക്തമാവുകയാണ്. ട്രംപിന്റെ വിദേശ നയത്തിന്റെ വൈരുദ്ധ്യം ഇവിടെ ശ്രദ്ധേയമാണ്. ഒരു വശത്ത് റഷ്യൻ ഭീഷണി ഉയർത്തിക്കാട്ടി ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനെ അദ്ദേഹം ന്യായീകരിക്കുന്നു. മറുവശത്ത് റഷ്യക്ക് പ്രാദേശികമായ ഇളവുകൾ നൽകാൻ യുക്രൈനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പരസ്പരം സഹകരിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഈ പ്രതിഭാസത്തെ അർദ്ധഗോള നവ കൊളോണിയലിസം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. യുക്രൈനിൽ റഷ്യയുടെയും തായ്വാനിൽ ചൈനയുടെയും നീക്കങ്ങൾക്ക് നേരെ അമേരിക്ക കണ്ണടയ്ക്കുമ്പോൾ പകരമായി അമേരിക്കൻ അർദ്ധഗോളത്തിലെ US താൽപര്യങ്ങൾക്ക് അവർ തടസ്സം നിൽക്കുന്നില്ല. ഓരോ ശക്തിയും തങ്ങളുടെ സ്വാധീന മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ലോകക്രമമാണ്. മാറുന്ന ആഗോള സാഹചര്യത്തിൽ ഇന്ത്യയുടെ മുന്നിലുള്ള പാത വ്യക്തവും എന്നാൽ കഠിനവുമാണ്. പരമ്പരാഗത സഖ്യങ്ങൾ അപ്രസക്തമാവുകയും സൈനിക ശക്തി മാത്രം അതിജീവനത്തിന്റെ അളവുകോലായി മാറുകയും ചെയ്യുമ്പോൾ ഇന്ത്യയുടെ വിദേശ പ്രതിരോധ നയങ്ങളിൽ അടിയന്തിരമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. ക്വാഡ് പോലുള്ള സുരക്ഷാ സഖ്യങ്ങൾക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ പ്രാധാന്യം നഷ്ടപ്പെട്ടു എന്നും അവ കൂടുതൽ കാഴ്ചയ്ക്കുള്ള ഒന്നായി മാറിയിരിക്കുന്നു എന്നും പറയുന്നു. ഓരോ രാജ്യവും സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്കായി മാത്രം പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യ സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിക്കണമെന്ന ജെഫ്രി സാക്സിന്റെ ഉപദേശത്തിന് പ്രസക്തിയേറുന്നു. ഇന്ത്യ അടിയന്തിരമായി സൈനിക ശക്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പരമ്പരാഗതം, ആണവം, ബഹിരാകാശം തുടങ്ങിയ എല്ലാ മേഖലകളിലും സമഗ്രമായ വളർച്ച കൈവരിക്കണം. പ്രതിരോധ ബജറ്റ് ഇരട്ടിയാക്കുകയും ചൈനയുടെ സൈനിക ശേഷിയുടെ 80% കൈവരിക്കാൻ ലക്ഷ്യമിടുകയും വേണം. ഇത് അസ്തിത്വപരമായ ആവശ്യകതയാണ്. സൈനിക ശക്തിക്ക് പുറമെ ഈ അപകടകരമായ പുതിയ യുഗത്തെ നേരിടാൻ ശക്തമായ ഒരു ദേശീയ ബോധവും അനിവാര്യമാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഒരു പുതിയ ദേശീയ ചൈതന്യം ഉണർത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധവും നിർണായകമാണ്. ക്ഷീരോൽപ്പന്നങ്ങൾ, മത്സ്യബന്ധനം, കൃഷി തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലകളിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഏകപക്ഷീയമായ ഒരു
വ്യാപാര കരാർ സ്വീകരിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും. ഈ പുതിയ ലോകക്രമത്തിൽ സൈനികമായിത്തവും സ്വാശ്രയവുമായ ഒരു ഇന്ത്യക്ക് മാത്രമേ തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും വിദേശ ഇടപെടലുകളെ പ്രതിരോധിക്കാനും സാധിക്കും. ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളും ഗ്രീൻലാൻഡ് പോലുള്ള വിഷയങ്ങളിലെ നിലപാടുകളും ഒരു വ്യക്തിയുടെ മാത്രം പ്രത്യേകതകളല്ല, മറിച്ച് അന്താരാഷ്ട്ര നിയമങ്ങൾ അധികാരത്തിന് മുന്നിൽ വഴിമാറുന്ന ഒരു പുതിയ വിപുലീകരണ യുഗത്തിന്റെ മുന്നോടിയാണ്. പരമ്പരാഗതമായ സഖ്യങ്ങളുടെ പരാജയം, ഓരോ വൻ ശക്തിയും സ്വന്തം സ്വാധീന മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അർദ്ധഗോള നവ കൊളോണിയലിസത്തിന്റെ ഉദയം, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ സ്വന്തമായി സൈനിക ശക്തി കെട്ടിപ്പടുക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യം, വെനസ്വേലയിൽ 2026 ജനുവരിയിൽ അധികാരം പിടിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഒരു മുന്നറിയിപ്പാണ്. 2026 അധിനിവേശത്തിന്റെയും വിപുലീകരണ ശക്തികളുടെയും വർഷമായി മാറിയേക്കാം. രൂപപ്പെട്ടു വരുന്ന ഈ പുതിയ ലോകക്രമം അനിശ്ചിതത്വവും അപകടവും നിറഞ്ഞതാണെന്ന് നാം തിരിച്ചറിയണം.